നമസ്കാരം, ഞാൻ വിനോദാണ്. ഇത് ഞങ്ങൾ 4 പേരുടെ ഒരു തെക്കൻ യാത്രയുടെ 3-ാം ഭാഗമാണ്. വിരാട വിനോദത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒന്നും രണ്ടും ഭാഗം കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാനും. പുതിയ കണ്ടു. ഞങ്ങൾ കന്യാകുമാരിയുടെ ഹൃദയഭാഗത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു. 7 മണിയൊക്കെ ആയി. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു മൂഡിലെത്തി ഞങ്ങൾ. അപ്പോൾ ഒരു തമിഴൻ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി വട, അതിൻ്റെ ഫാൻസാണ് ഞങ്ങളെല്ലാവരും തന്നെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വട തന്നെ കഴിച്ചേക്കാം. തീരെ മോശമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റായിരുന്നു. അത്യാവശ്യം ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു എന്ന് വേണം പറയാൻ. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങുന്ന നേരെ മുമ്പിൽ കന്യാകുമാരി പോലീസ് സ്റ്റേഷനാണ്. നമ്മൾ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്ന് അടുത്തത് വിവേകാനന്ദപ്പാറ കാണുക എന്നുള്ളതാണ്. ഒരു ഓട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നമ്മുടെ വണ്ടി ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ പാർക്ക് ചെയ്ത് ഒരു ഓട്ടോ എടുത്ത് പോകുന്നു. കാരണം കന്യാകുമാരി ടൗണിൽ പാർക്കിംഗ് ഒരു വലിയ വിഷയമാണ്. ഞാൻ ഓട്ടോക്കാരൻ വിവേകാനന്ദപ്പാറയിലേക്ക് പോകുന്നതിനുള്ള ഫെറിയിൽ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സ്ഥലം കാണിച്ചു തന്നു. അവിടെ നോക്കുമ്പോൾ റോഡിലൂടെ തന്നെ ആ സമയത്തും 8 മണി കഴിഞ്ഞ് 8:30 സമയം. ആ സമയത്ത് റോഡിലൂടെ വരെ തന്നെ ക്യൂ ആണ്. കാണുന്നതാണ് ക്യൂവിലുള്ള വിശേഷങ്ങളാണിന്ന് നമ്മൾ കാണുന്നത്. ക്യൂ ഇങ്ങനെ നീണ്ട് പോകുന്നു. ഞങ്ങളിങ്ങനെ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണ്. അങ്ങനെ പൂംബുഹാർ ഫെറി സർവീസിൻ്റെ ഗേറ്റിൽ നമ്മളെത്തി. അകത്തേക്ക് കടന്നു. അകത്ത് ശബരിമലയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, വലിയ നടപ്പന്തലിലെ ക്യൂ പോലെ തിരിച്ചും വളച്ചും ക്യൂ ആണ്. 75 രൂപയാണ് പെർ ഹെഡ് ഫെറിയിൽ ടിക്കറ്റ്. പക്ഷേ ഒരു 300 രൂപ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ഒഴിവായിട്ടുള്ള ഏരിയയിലൂടെ ക്യൂ ഒഴിവായി കിട്ടും. ബാക്കി എല്ലാം സെയിം ബോട്ടും സെയിം അതേ സൗകര്യങ്ങൾ തന്നെയാണ്. ക്യൂവിനിടയ്ക്ക് ചില കശപിശ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ഇത് നടപ്പ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അങ്ങനെ നമ്മൾ വെളിയിലെത്തി. നമ്മൾ ഫെറിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ വിവേകാനന്ദ പാറ കാണാം. നല്ല വെയിലാണ്. സമയം ഏതാണ്ട് 11 കഴിഞ്ഞിരിക്കുന്നു. അതായത് 8:30 ക്യൂവിൽ നിന്ന് ഞങ്ങൾ 11 കഴിഞ്ഞപ്പോഴാണ് ഫെറിയിലേക്ക് എത്തുന്നത്. തിരുവള്ളൂരിൻ്റെ പ്രതിമ ഇവിടെ നിന്ന് കാണാം. വിവേകാനന്ദ പാറയും കാണാം. ചെറിയ കടൽക്കാറ്റൊക്കെ ഉണ്ട്. ബോട്ട് നിറച്ച് ഏതാണ്ട് 200-300 പേരെ ബോട്ടിൽ കയറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും പേര് ഒരു സമയത്ത് ഒരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദൂരെ കാണുന്ന ആണ് വിവേകാനന്ദ പാറ. ഗ്ലാസ് ബ്രിഡ്ജും കാണാം. ഇടയ്ക്കൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. കുഞ്ഞിനെയും കാണിക്കാം. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം വിവേകാനന്ദ പാറയിലെ കാഴ്ചകളോട് ഉൾപ്പെടുത്തിയാൽ വലിയൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും വിവേകാനന്ദ പാറയിലെ കാഴ്ചകളുമായിട്ട് അടുത്ത ഭാഗം 4 കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത ഭാഗവുമായി വരുന്നത് വരെ നന്ദി.